ചില പേരൻസിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികളെ വെൻഡിങ് ഔട്ടിനായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് ഭർത്താവുമായിട്ടൊരു പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ വേറെ ആരും സപ്പോർട്ടിനില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനത്തിനെക്കുറിച്ച് വെൻഡ് ഔട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിന്റെ അച്ഛൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഞാൻ കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്, കൊച്ചിനെ ഓർത്ത് മാത്രമാണ് അമ്മ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്, കൊച്ചു മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത്, എനിക്ക് വേറെ ആരുമില്ല, ഇതെൻ്റെ വിധിയായിപ്പോയി. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് പേരൻസിൽ നിന്ന് ഫ്രീക്വൻ്റായി കേൾക്കുന്ന കുട്ടികൾ ഇൻസെക്യൂറായി ഫീൽ ചെയ്യാൻ തുടങ്ങും. അവർക്ക് തോന്നും അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അപ്പം ഞാൻ അമ്മയ്ക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യണം എന്ന് തോന്നി തുടങ്ങും. അപ്പോൾ സ്ലോലി അവർ അച്ഛൻ പിന്നീട് അമ്മയോട് വഴക്കിടുമ്പോഴത്തേക്കും അമ്മയുടെ ഒരു സോൾജറായി മാറി അമ്മേനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അച്ഛനോട് തിരിച്ച് വഴക്കിടാൻ തുടങ്ങും. ഇത് കാണുന്ന അമ്മ വിചാരിക്കും, ഓ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കുട്ടി വളരെ ബോൾഡ് ആൻഡ് മെച്യൂറായി ബിഹേവ് ചെയ്ത് തുടങ്ങിയല്ലോ എന്ന് സന്തോഷിച്ച് പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. സത്യത്തിൽ ഈ കാണുന്നത് ഒരു മെച്യൂരിറ്റി അല്ല, ആ കുട്ടിയുടെ ഉള്ളിൽ ചൈൽഡ്ഹുഡ് ട്രോമ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാക്കുക, നമ്മൾ കുട്ടികളുടെ അടുത്ത് വെൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ സൈക്കോളജിക്കൽ ഗ്രോത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു മെൻ്റൽ ഹെൽത്തിൻ്റെ സപ്പോർട്ട് എടുക്കുക. ഒരിക്കലും കുട്ടികളുടെ ഗ്രോത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക.